നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ അനധികൃത താമസക്കാരെ കണ്ടെത്തി നാടുകടത്തുന്നതിന്റെ ഭാഗമായുള്ള റെയ്ഡുകൾ ശക്തമായി തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ 16,407 പ്രവാസികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത്. മാർച്ച് 23 മുതൽ 29 വരെയുള്ള കണക്കുകളാണിത്. താമസ വിസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി വിവിധ സുരക്ഷാ ഏജൻസികൾ നടത്തിയ തിരച്ചിലിലാണ് ഇത്രയും പേർ പിടിയിലായത്. അതോടൊപ്പം വിവിധ നിയമലംഘനങ്ങൾക്ക് നേരത്തെ പിടികൂടപ്പെട്ട് ഡീപ്പോർട്ടേഷൻ കേന്ദ്രങ്ങൾ കഴിയുകയായിരുന്ന 10,809 പ്രവാസികൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സൗദിയിൽ നിന്ന് നാടുകടത്തിയതായും സൗദി ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. നിലവിൽ രാജ്യത്തെ നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ 14,327 പ്രവാസികൾ നടപടികളും കാത്ത് കഴിയുന്നുണ്ടെന്നാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ 4,561 പേർ അതിർത്തി രക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനും 2,237 പേർ തൊഴിൽ നിയമലംഘനങ്ങൾക്കും പിടിയിലായി. വിസ കാലാവധി അവസാനിച്ച ശേഷം അത് പുതുക്കുകയോ മറ്റൊരു തൊഴിലിലേക്ക് മാറുകയോ ചെയ്യാതെ രാജ്യത്ത് തുടരുക, വിവിധ കേസുകളിൽ അകപ്പെടുക, തൊഴിൽ വിസകളില്ലാതെ വിസിറ്റ്, ടൂറിസ്റ്റ്, തീർത്ഥാടന വിസകളിൽ നിന്ന് നിശ്ചിത കാലാവധിക്ക് ശേഷം തിരികെ പോവാതെ രാജ്യത്ത് തുടരുക, യഥാർത്ഥ തൊഴിലുടമയുടെ കീഴിലല്ലാതെ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുക, വിസയിൽ പറഞ്ഞതല്ലാതെ ജോലിയിൽ ഏർപ്പെടുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്കാണ് ഇത്രയും പേർ പിടിയിലാകുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കവേ 1,086 പേരെ കൂടി അതിർത്തി പ്രദേശങ്ങളിൽ വെച്ച് രക്ഷാസേന അറസ്റ്റ് ചെയ്തു. ഇവരിൽ 74% പേർ എത്യോപ്യക്കാരും 22% പേർ യമനികളും ബാക്കി 4% പേർ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. ആവശ്യമായ രേഖകളില്ലാതെ അനധികൃതമായി രാജ്യത്തിന് പുറത്ത് കടക്കാൻ ശ്രമിക്കവേ 64 പേരെയും അതിർത്തി രക്ഷാസേന കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തു. രാജ്യത്ത് വിസയില്ലാതെ കഴിയുന്നവർക്ക് താമസം ഒരുക്കി നൽകുകയും തൊഴിൽ വിസയില്ലാതെ ജോലിക്ക് നിർത്തുകയും നിയമലംഘനക്കാർക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തതിന് 5 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്നവരെയും അവയ്ക്ക് കൂട്ടുനിൽക്കുന്നവരെയും 15 വർഷം തടവും 10 ലക്ഷം റിയാൽ പിഴയുമാണ് കാത്തിരിക്കുന്നതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇവരെ താമസിപ്പിച്ച കെട്ടിടങ്ങളും സഹായിക്കാൻ ഉപയോഗിച്ച വാഹനങ്ങളും കണ്ടുകെട്ടുകയും അവരുടെ പേരുകൾ പ്രാദേശിക മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുത്തുകയും ചെയ്യുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം അനധികൃത താമസക്കാരെയും നിയമലംഘകരെയും കുറിച്ച് വിവരമുള്ളവർ സുരക്ഷാ ഏജൻസികൾക്ക് വിവരം കൈമാറണമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി.